ഞായറാഴ്ച പ്രിയപ്പെട്ട ഇടവക കുടുംബാംഗങ്ങളോടൊപ്പമായിരിക്കുവാൻ, ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെറ്റിയറ ഇടവകയുടെ അധ്യക്ഷനും തെറ്റിയറ ഡിസ്ട്രിക്റ്റിന്റെ ചെയർമാനുമായിരിക്കുന്ന സ്നേഹമുള്ള സത്യരാജൻ, സഹശുശ്രൂഷകനായിരിക്കുന്ന സജിൻകുമാർ സുവിശേഷകർ, ചർച്ച് സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളെ, ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായിക സംഘാംഗങ്ങളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, ഗോസ്പൽ ടീം അംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നൈർമല്യം വിതറുന്ന കുഞ്ഞുമക്കളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം. ഈ പുതിയ വർഷം എല്ലാ നന്മകളാലും സർവശക്തി നിങ്ങളെവരെയും വഴിനടത്തട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ നിങ്ങൾ നൽകിയ പ്രാർത്ഥനകൾക്ക്, സ്നേഹാന്വേഷണത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കുടുംബമായി ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മറ്റു മുഖവരികളൊന്നുമില്ലാതെ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന വിഷയം രക്ഷയ്ക്കായുള്ള വെളിപ്പാട്. രക്ഷയ്ക്കായുള്ള വെളിപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന വിഷയം രക്ഷയ്ക്കായുള്ള വെളിപ്പാട് എന്നാണ്. ഒരു പുതിയ നവവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവം ജീവിതത്തിലുടനീളം നൽകിയ വെളിപ്പാടുകളെ ഓർമ്മിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പ്രവൃത്തിപഥത്തിൽ പുതിയ ഊർജ്ജസ്വലതയോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുവാൻ രക്ഷയ്ക്കായിട്ടുള്ള വെളിപ്പാട് നമ്മെ സഹായിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകാം. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങൾ, ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ഉടമ്പടി ഞായറാഴ്ചയായി നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവകൃപ അന്വേഷിക്കണം. വിശ്വാസത്തിൽ ഒരു വർധനവ്, പ്രാർത്ഥനയിൽ ഒരു വർധനവ്, കൂട്ടായ്മകളിൽ ഒരു വർധനവ് പ്രാപിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. കഴിഞ്ഞയാഴ്ച ഞാൻ ഒരു സുഹൃത്തിനോട് കുശലാന്വേഷണം നടത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, പള്ളിയിൽ പോകാറുണ്ടോ? അവധിക്ക് നാട്ടിലെത്താറുണ്ട്, പള്ളിയിൽ പോകാറുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. അളിയ, ആലയത്തിൽ ദൈവത്തിന് വലിയ റോളൊന്നുമില്ലടാ. അളിയ, ആലയത്തിൽ ദൈവത്തിന് വലിയ റോളൊന്നും ഇല്ല. സാധാരണക്കാർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് രക്ഷയ്ക്കായുള്ള അത്താണിയാണ് സഭ. രക്ഷയ്ക്കായിട്ടുള്ള വെളിപ്പാട് നൽകാൻ സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ് ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി
എവിടെയെന്ന ചോദ്യത്തിന്റെ മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരും ഒരു നാൾ. കഴിഞ്ഞ 29-ാം തീയതി നമ്മൾ സഭയായി ചിന്തിച്ചു കുടുംബം സൗഖ്യത്തിന്റെ ഇടം. അന്ന് നമ്മൾ ധൂർത്തുപുത്രന്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്ക് ആ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ മൂത്ത മകന്റെ ജീവിതത്തെക്കുറിച്ച് 1-2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. മൂത്ത മകൻ അപ്പനോടൊപ്പമായിരുന്നു. അപ്പന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ഒരാൾ, തനിക്ക് അവകാശപ്പെട്ടത് ചോദിക്കാതെ അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തന്നെ വിധേയപ്പെടുത്തി ജീവിച്ച ഒരാൾ. പക്ഷേ നഷ്ടപ്പെട്ടു പോയ മകനെ കാത്തിരുന്ന പിതാവിന്റെ ഹൃദയ വിശാലത നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു ഈ മൂത്ത മകൻ. മടങ്ങി വന്ന മകന് മേലങ്കിയും മോതിരവും ഒക്കെ നൽകിയപ്പോൾ അവന് നീരസം ഉണ്ടായി. പ്രിയമുള്ളവരെ, സാമാന്യ യുക്തിക്ക് നമ്മുടെ ചിന്തകൾക്ക് നിരക്കാത്തതാണ് ഇളയമകന് നൽകിയ ഈ അനുഗ്രഹങ്ങൾ. നാട്ടു നടപ്പിന് വിരുദ്ധമാണ്. ഹൃദയ വിശാലതയുള്ള അപ്പന്റെ ഹൃദയത്തിന്റെ ഭാവം ഈ വർഷം അവരുണ്ടാവണം. രക്ഷയ്ക്കായിട്ടുള്ള വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു പുതിയ അധ്യയന വർഷം സൺഡേ സ്കൂൾ ആരംഭിക്കുകയാണ്, യുവജന സംഘടന ആരംഭിക്കുകയാണ്, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പന്റെ ഹൃദയ വിശാലത കൈമോശം വന്നു പോകാൻ പാടില്ല. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവത്തിന്റെ കരുണ കൊണ്ട് കൃപ കൊണ്ട് ഞാൻ ഇന്ന് തിരുവാലയത്തിലായിരിക്കുമ്പോൾ പാപത്തിനും അന്ധകാരത്തിനുമായിരിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും അവരെ മടക്കി തിരുവാലയത്തിലെ ശുശ്രൂഷകളിൽ സജീവമാക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ ഉടമ്പടി ദിനത്തിൽ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. രക്ഷയുടെ വെളിപ്പാട് സ്വീകരിക്കുന്നതിന് സഹായകമായ 3 ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുള്ള ആത്മവിശ്വാസം നാം ആർജിച്ച് എടുക്കണം. വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനുള്ള ആത്മവിശ്വാസം നാം ആർജിച്ചെടുക്കണം. ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2-ൽ ഫുൾ A+, അങ്ങനെ പഠന നിലവാരത്തിൽ, അക്കാഡമിക് നിലവാരത്തിൽ ഔന്നത്യം നമ്മുടെ കുഞ്ഞുങ്ങൾ പുലർത്തുമ്പോൾ ജീവിതത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ആത്മഹത്യയുടെ വാർത്തകൾ വരികയാണ്, ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളുടെ വാർത്തകൾ കടന്നു വരികയാണ്, അസഹിഷ്ണുതയുടെ തുരുത്തുകൾ ഇന്ന് വർദ്ധിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള ആലോചനയാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. സങ്കീർത്തനം 27-ാം അധ്യായം 27, 1 മുതൽ 6 വരെയുള്ള വാക്യം സങ്കീർത്തനക്കാരന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ധൈര്യത്തിന്റെ വാക്കുകളാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷകളാണ്. ഒടുവിലത്തെ 2 വാക്യങ്ങൾ അദ്ദേഹം ഉപസംഹരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ സംക്ഷിപ്ത രൂപം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ 27-ന്റെ 1-ൽ പറയുന്നത് പോലെ നമുക്കും ഈ വർഷം പ്രഖ്യാപിക്കുവാനായി കഴിയുമോ? യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം,
പ്രതീക്ഷിക്കാത്ത തരത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമുക്ക് സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് പറയാൻ കഴിയുമോ? യഹോവ എന്റെ വെളിച്ചമാണ്. ദൈവ വെളിച്ചമായി നമ്മോടൊപ്പം കൂടെയുണ്ടെങ്കിൽ ഏത് അന്ധകാരം നിറഞ്ഞ പാതയും നീതിസൂര്യനായ ദൈവം നമ്മെ വഴി നടത്തുന്നു. ദിവ്യപ്രകാശത്താൽ വഴി നടത്തുന്നു. ഇരുളിന് നമ്മിൽ സ്ഥാനമില്ലാതെ വണ്ണം ദൈവത്തിന്റെ വലിയ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. 27-ന്റെ 3-ാമത്തെ വചനം പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ടെൻഷൻ തൊഴിലിടങ്ങളിൽ വർദ്ധിക്കുകയാണ്, കുടുംബജീവിതങ്ങളിൽ വർദ്ധിക്കുകയാണ്. ഏകാന്തത, ഒറ്റപ്പെടൽ, ഡിപ്രഷൻ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാമത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. വളരെ വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ വാക്കുകളാണ്. ഒന്ന് മാറി ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമാണോ? എന്നാൽ ഈ വർഷം ദൈവദത്തമായ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ വിശ്വാസം നട്ടുവളർത്താൻ സങ്കീർത്തനക്കാരൻ നമുക്ക് ആലോചന നൽകുകയാണ്. ഒടുവിലായി സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയിൽ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കാം, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശിക്കുക. അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉരുവാകുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വചനത്താൽ അതിജീവിക്കുവാൻ കഴിയും. എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടുണ്ട്. ആ നേരിട്ട നിമിഷങ്ങളിൽ വചനം ചൊല്ലി അതിജീവിച്ച ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് ശക്തി നൽകുന്നു. വചനം നമ്മെ വഴി നടത്തും. ഒന്നാമത് നമ്മൾ ചിന്തിക്കാനായി ശ്രമിച്ചത് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ആത്മവിശ്വാസം നാം ആർജിച്ച് എടുക്കുക. 2, ദൗത്യ പൂർത്തീകരണത്തിനായി വെളിപ്പാടിലൂടെ ലഭ്യമാകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ദൗത്യ പൂർത്തീകരണത്തിനായി വെളിപ്പാടിലൂടെ ലഭ്യമാകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗം എല്ലാവർക്കും പരിചിതമാണ്. ദൈവം മോശയ്ക്ക് നൽകുന്ന വെളിപ്പാട് ശ്രദ്ധേയമാണ്. ദൈവം ഇസ്രായേൽ മക്കളുടെ വിമോചനത്തിനായി മോശയെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ദൈവം ധൈര്യപ്പെടുത്തുകയാണ്, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഇരുന്നത് പോലെ ആ നിത്യനിയമം ഞാൻ നിന്നോടും ഓർക്കുന്നു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്ന വാഗ്ദത്തം ഇസ്രായേൽ മക്കൾക്ക് ഞാൻ നൽകും. നിന്റെ ബലഹീനതയിൽ ഞാൻ ശക്തി പകർന്ന് നിന്നെ ഫറവോന്റെ മുമ്പിൽ ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിനായി ഞാൻ നിർത്തുമെന്ന് മോശയ്ക്ക് ദൈവം വാഗ്ദത്തം നൽകുന്ന വെളിപ്പാടാണ് ആ വേദഭാഗത്തിലുള്ളത്. 13-14 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്ത് എന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയേണ്ടു? അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് പവിത്രമായ ഒരു നാമമാണ് ഞാൻ എന്നത്. അവിടെ ഞാനെന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവമുണ്ടെന്നും നിത്യനായി നിലനിൽക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു പുതിയ നിയമത്തിൽ പുതിയ നിയമ വിശ്വാസികളാകുന്ന നമുക്ക് വെളിപ്പെട്ട് തന്നിരിക്കുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. സകല നാമത്തിനും മേലായ
ശ്രേഷ്ഠമായ നാമം, സകല മുഴങ്കാലും മുടങ്ങുന്ന നാമം, സകല നാമം പാടി പുകഴ്ത്തുന്ന നാമം. അവൻ കൽപ്പിച്ചു, നിന്റെ ദൈവമായിരിക്കുന്ന കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പന എന്ന്. ഇന്ന് നമ്മുടെ സഭകളുടെ അവസ്ഥ എന്താണ്? ആരാധനകൾ ശുഷ്കിച്ചു പോവുകയല്ലേ? കഴിഞ്ഞ ക്രിസ്മസ് ഈവിന് എന്റെ പഠനാന്വേഷണത്തിന്റെ ഭാഗമായി നമ്മുടെ ഡയോസിസിലെ 2 ദേവാലയങ്ങൾ ഞാൻ സന്ദർശിച്ചു. ഒന്നാമത്തെ ദേവാലയത്തിലെത്തി. അവിടെ ആരാധനയ്ക്കായിട്ടുള്ള ആലയമണി മുഴങ്ങി. ആരാധന ആരംഭിച്ചു. യുവജന സംഘടന അതേ സമയം നിശ്ചല പ്ലോട്ടുമായി പുറത്തേക്ക് അവർ യാത്രയായി. സൗണ്ട് സിസ്റ്റം എല്ലാം ഘടിപ്പിച്ച് അവർ പുറത്തേക്ക് പോയി. ആരാധനയ്ക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്നത്. രണ്ടാമത് ഞാൻ മറ്റൊരാലയത്തിലേക്ക് കടന്നുപോയി. അവിടെ പുറത്ത് വലിയ കാർണിവൽ നടക്കുകയാണ്. ആലയത്തിനുള്ളിൽ വലിയൊരു പള്ളി, വിരളമായ ആൾക്കാർ. ആരാധന നടക്കുന്നുണ്ട്. പുറത്ത് കുഞ്ഞുങ്ങൾ പൊട്ടാസ് പൊട്ടിച്ച് അർമാദിക്കുന്നു. ആരാധനയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. യേശു പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. ദൈവം നമുക്ക് വെളിപ്പാടായി ആ സത്യം തന്നിരിക്കുമ്പോൾ ആലയത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവം മോശയെ വിളിച്ചത് ശക്തിയേറിയ വെളിപ്പാടിലൂടെയാണ്. ദൈവം നമുക്ക് നൽകിയ നിയോഗങ്ങളെ ധൈര്യത്തോടെയും വിശ്വാസത്തോടും മുറുകെ പിടിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ അവൻ മക്കെദോനിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ചില അപ്രതീക്ഷിത ഇടങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണെങ്കിൽ ഈ വർഷം സദൈര്യം മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ദൈവം തന്റെ മക്കളെ അപ്രതീക്ഷിത ഇടങ്ങളിലേക്ക് നയിക്കുകയാണെങ്കിൽ ദൈവം അവിടെ പുലർത്തുവാൻ ശക്തനാണ്. നമ്മെ നടത്തുന്നിടത്ത് പോറ്റുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയാണെങ്കിൽ അവിടെ ദൈവം നമ്മെ പോറ്റുവാൻ ശക്തനാണ്. കെരീത്ത് തോട്ടാണെങ്കിൽ ഏലിയാവിനെ പോറ്റിയതുപോലെ ദൈവം പോറ്റുവാൻ ശക്തനാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 34:5 പറയുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ദൗത്യ പൂർത്തീകരണത്തിനായി വെളിപ്പാടിലൂടെ ലഭ്യമാകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മോശ ആ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ വിമോചനത്തിനായി മുന്നേറുവാനായി മോശയ്ക്ക് കഴിഞ്ഞു. പൗലോസ് ആ മാർഗനിർദ്ദേശം സ്വീകരിച്ചപ്പോൾ പൗലോസിനും സുവിശേഷത്തിനായി അനേകം പേരെ നേടുവാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 2025 ഒരു മുന്നേറ്റത്തിന്റെ വർഷമായി മാറട്ടെ. 3, ഫലപ്രദമായ ത്യാഗത്തിന്റെ ഒരു വർഷം. ഫലപ്രദമായ ത്യാഗത്തിന്റെ ഒരു വർഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. യേശുവിന്റെ ദൗത്യത്തിന്റെ സ്വഭാവം, ത്യാഗത്തിന്റെ ആവശ്യകത, രക്ഷയിലേക്കുള്ള വഴി കാണുവാനായി കഴിയുന്നു. രക്ഷയെക്കുറിച്ചുള്ള വെളിപാട് വാക്യങ്ങളിൽ മാത്രമല്ല, തന്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം യേശു വെളിപ്പെടുത്തുകയുണ്ടായി. ലോകരക്ഷയ്ക്കായുള്ള ത്യാഗത്തിന്റെ ഉദാഹരണമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, മനുഷ്യനായി പിറന്ന ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ
അതിന് യേശുവിനോളം തുല്യനായി ആരുമില്ല. സുവിശേഷ വേദഭാഗത്തിൽ യേശു ഗോതമ്പ് മണിയുമായി താരതമ്യപ്പെടുത്തുകയാണ് തന്നെ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, ചാകുന്നുവെങ്കിൽ അധികം ഫലം കായ്ക്കുന്നു. മാനവരാശിക്ക് വേണ്ടി തന്നെ കാൽവരി മലയിൽ യാഗമായി തീർന്ന ക്രിസ്തു ത്യാഗത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് നമ്മെ കാണിച്ചിരിക്കുന്നത്. ഈ 2025 ക്രിസ്തുവിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുന്ന ഒരു വർഷമായി തീരേണ്ടത് ആവശ്യമാണ്. ആ ത്യാഗത്തിലൂടെ സമൂഹത്തിന് കൂടുതൽ ഉണർവ് പകരുന്ന അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലൂടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ യഥാർത്ഥമായ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് ത്യാഗത്തിലൂടെയാണ്. ഇവിടെ ആയിരിക്കുന്ന മുതിർന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറയും, ജീവിതത്തിന്റെ ത്യാഗാനുഭവങ്ങളുടെ യഥാർത്ഥമായ നേർക്കാഴ്ച അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറ്റി ചോദിച്ചാൽ അവർ ഇപ്രകാരം പറയും, ദൈവം കരം പിടിച്ച് നടത്തിയതിന്റെ പച്ചപ്പല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഈ 2025 നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ഇതേ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം കരം പിടിച്ച് നടത്തിയതിന്റെ പച്ചപ്പ്. ക്രിസ്തുവിന്റെ ത്യാഗനിർഭരമായ ജീവിതം നിസ്വാർത്ഥ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തമായ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥ പ്രകാരമാണ്. ഒരിടത്ത് ക്രൂരനായ ഒരു യജമാനൻ ഉണ്ടായിരുന്നു. യജമാനൻ തൻ്റെ തൊഴിലാളിയോട് വളരെ ക്രൂരമായി പരുഷമായിട്ടാണ് ഇടപെട്ടത്. അദ്ദേഹം ലിവി ചോദിച്ചാൽ നൽകില്ല, ശമ്പളം ചോദിച്ചാൽ കൃത്യസമയത്ത് നൽകാറില്ല. ക്രിസ്മസ് വന്നെത്തി, അദ്ദേഹം ക്രിസ്മസിന് ലീവ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നടക്കില്ല. വീണ്ടും അദ്ദേഹത്തിന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ലീവ് നൽകി. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു, ഡിസംബർ 25 ക്രിസ്മസ് ഡേ ഞാൻ നിനക്ക് ലീവ് നൽകാം, പക്ഷേ 26-ാം തീയതി വന്ന് 25-ാം തീയതി നീ ചെയ്യേണ്ട ജോലി കൂടെ ചെയ്യണം. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം വീട്ടുകാരുമായി ക്രിസ്മസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഉച്ച ഭക്ഷണത്തിനുള്ള സമയമെത്തി. ഭക്ഷണമെല്ലാം മേശയിൽ ഇങ്ങനെ ഒരുക്കി പ്രാർത്ഥനയ്ക്കായി ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ നൽകിയ ഭക്ഷണത്തിനായി സ്തോത്രം, എന്റെ യജമാനനായിട്ട് നന്ദി, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകണമേ. പ്രാർത്ഥന കഴിഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അയാളോട് ചോദിച്ചു, എന്താണ് മനുഷ്യ, നിങ്ങൾക്ക് സുഖമില്ല? ഇത്രയും നിങ്ങളോട് ക്രൂരമായി ഇടപെടുന്ന ഈ മനുഷ്യനെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്? അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്, ഇന്ന് ക്രിസ്തുമസ്. അർഹതയില്ലാത്ത മനുഷ്യരെ സ്നേഹിപ്പാൻ ദൈവം ഭൂമിയിലേക്ക് വന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അർഹതയില്ലാത്ത നന്മകൾ അനവരതം ചൊരിഞ്ഞ ദൈവത്തെ മറന്നുപോകരുത്. അർഹതയില്ലാത്ത നന്മകൾ നാം അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ മറന്നു പോകരുത്. അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, നമുക്ക് ആരോടും പരിഭവം വേണ്ട, നമുക്ക് ആരോടും പിണക്കം വേണ്ട. ഒരു സഭ എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ദൈവസ്നേഹത്തിന്റെ ചാലകങ്ങളായി മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു ക്ഷണമാണ് 2025. പ്രിയമുള്ളവരെ, ഫലപ്രദമായ ഒരു ത്യാഗത്തിന്റെ വർഷമായി തീരട്ടെ. അങ്ങനെ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ഫലപ്രദമായ ത്യാഗത്തിന്റെ ഒരു വർഷമായി തീരട്ടെ. ഈ പുതുവർഷത്തിൽ നവോന്മേഷത്തോടും അർപ്പണബോധത്തോടും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാക്കാം. പുതിയ വെല്ലുവിളികൾ സ്വീകരിക്കാനും ദൈവിക ഉപദേശങ്ങൾ പാലിക്കാനും ശാശ്വത ഫലങ്ങൾ നൽകുന്ന ത്യാഗങ്ങൾ ചെയ്യാനും നമുക്ക് സന്നദ്ധരാകാം. അങ്ങനെ രക്ഷയ്ക്കായിട്ടുള്ള വെളിപ്പാട്,
യാഥാർത്ഥ്യമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും തുണയ്ക്കട്ടെ. ആമേൻ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർക്കുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയരെ, നാം എന്ന കാഴ്ചകളർപ്പിക്കാൻ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മുമ്പ് ക്രമീകരിച്ചിട്ടുള്ള പ്രകാരം പൂർവ്വ പ്രാർത്ഥനകളെ ചെയ്യാവുന്നതാണ്.